ഹായ്, താങ്ക് യു സോ മച്ച്. ഇത് 3 ഗ്ലാസ് നെയ്യരിക്ക്, നെയ്ച്ചോറിൻ്റെ അരിക്ക് 6 ഗ്ലാസ് വെള്ളം. കുക്കർ നെയ്ച്ചോറാണ്. കുക്കർ കണ്ട കഷ്ണം ഉള്ളിയിട്ട് 50 വെളിച്ചെണ്ണ, 50 രുചി ഗോൾഡ് ഓയിൽ, 2 ടീസ്പൂൺ നെയ്യ്, രണ്ട് ടീസ്പൂൺ മിനിമം നെയ്യ്. ആർക്കേജിക്ക് വരും. മിനിമ നെയ്യാണ് മുന്തിയത്. നമ്മൾ ആർക്കേജ് ഉപയോഗിക്കല്ല, യൂസ് ചെയ്യാറില്ല. മിനിമ നെയ്യ്. ഇത് 3 ഗ്ലാസ് അരി കഴുകി ഊറ്റി വെച്ചതാണ്. അരി കുക്കർ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഇങ്ങനെ വെക്കുക. ബിരിയാണിക്ക് മസാല വേറെ ആക്കി വെച്ചിട്ട് ഒരു വിസലിന് ഒന്ന് മറിച്ചിട്ട് രണ്ടാമത് വിസലിട്ടിട്ട് ഒന്ന് ചെറിയ സിമ്മിൽ വെച്ചിട്ട് മറിച്ചിട്ട് എടുത്തിട്ട് പിന്നെ വേറെ പാത്രത്തിൽ മസാല അടിയിൽ മസാല ഇട്ടിട്ട് മേലെ ഈ നെയ്ച്ചോറായത് വിതറിയിട്ട് നെയ്ച്ചോറായതിട്ടിട്ട് മേലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയെല്ലാം പൊരിച്ച് കോരിയത് വിതറ മല്ലിച്ചപ്പ് ഇളക്കുക. ബിരിയാണിയിൽ നെയ്ച്ചോറാണ്. പാകത്തിന് ഉപ്പിടാം. ഒന്നധികം കോരി ഇട്ടുവിടാം. ആ പാകമുണ്ട് ഒരു ഉപ്പിനുണ്ട്. ഉപ്പ് മാക്സിമം എല്ലാ ഭക്ഷണത്തേക്ക് കുറക്കുന്നതാണ് നല്ലത്. ഇപ്പം അധികം പ്രഷർ രോഗികളാണ് ലോകത്ത്. ജാതിക്ക, കറാമ്പ്, ഏലക്കായ് പൊടിച്ചത് ഇതിടുക. ചോറ് കട്ട പിടിക്കാണ്ടിരിക്കാൻ ചെറുനാരങ്ങ പകുതി പിഴിയുക. വെയിറ്റ് മാറിപ്പോയി. ഇവിടെ 2 കുക്കറുകളുണ്ട്. വെയിറ്റ് നോക്കിയിട്ടുണ്ട്. വിസിലടിക്കാണ്ടായിപ്പോൾ. ഇതൊരു ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് സിമ്മാക്കിയിട്ട് വെയിറ്റ് ഊരിയിട്ട് മറിച്ചിടുക. എന്നിട്ടൊന്ന് രണ്ടാമത് ചെറിയ സിമ്മിലൊന്ന് ഗ്യാസിൽ വെക്കുക. ഒന്ന് വെയിറ്റ് ഇട്ടിട്ട് രണ്ടാമതും മറിച്ചിട്ടിട്ട് ഇത് കോരിയിട്ട് കാസ്ട്രോളിടും. നമ്മൾ കാസ്ട്രോൾ ചൂട് പാത്രത്തിൽ തണിയാതിരിക്കാൻ. അപ്പോൾ നെയ്ച്ചോറ് റെഡി കേട്ടാ. നബിദിനത്തിൻ്റെ ബീഫും അരിയാണ് നമ്മളെ നാട്ടിൽ. സിലന്തെടുത്ത് എല്ലാ